നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. മാർക്കറ്റ് ആദ്യം ഡൗൺ ആയിരുന്നു. ഇപ്പോൾ 200 പോയിന്റ് അപ്പിലിരിക്കുന്നു നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി 700 പോയിന്റിലിരിക്കുന്നു. ഇത് വളരെ ബ്രൈറ്റ് ആയിട്ട് കയറിയാലും ഇത് 3 കറക്ഷൻ വരും. എന്തുകൊണ്ട് ഇത് ഇത്ര ബ്രൈറ്റായി എരിയുന്നു എന്നതാണ് ചോദ്യം. നമ്മൾ ആ സമയം എന്ത് ചെയ്യുന്നു, നമ്മളെ പോർട്ട്ഫോളിയോ എങ്ങനെ എഫക്റ്റായി എന്നതെക്കുറിച്ചാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം സംസാരിക്കാൻ പോകുന്നു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇന്ന് സഞ്ജയ് മൽഹോത്ര ദുബായിനെ സ്വാഹ ചെയ്തു. രാവിലെ അയാൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ 85-95 വരെ പോയായിരുന്നു റുപ്പി. പിന്നെ തിരികെ ആ 85 പോയാലും പ്രശ്നമില്ല, ഇന്നും ഷോർട്ട് അടിക്കുന്നു എന്ന് പറഞ്ഞ് തിരികെ ഷോർട്ട് അടിച്ചു. 85-77 ഇത് ഒരുപാട് ദിവസം പോകത്തില്ല, തിരികെ 87-95 വരും. അല്ലെങ്കിൽ ഡോളറിനെ വിറ്റുകൊണ്ടേയിരിക്കും. ഡോളർ വിറ്റുകൊണ്ടേ ഇരുന്നാലും അത് വെളിയിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. നെറ്റ് FDI $300 ബില്യൺ തന്നെ ഇരുന്നു. എന്തുകൊണ്ട് FDI ഇന്ത്യയിലകത്ത് വരത്തില്ല എന്തെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഫൈൻ ഓഫ് 50 ബേസിസ് പോയിന്റ്സ് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അപ്പുറം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ബാങ്കുകൾ അവയിൽ വയ്ക്കുന്ന കാശിന് കുറച്ചിരിക്കുന്നു. ഇത് കാരണം എന്ത് ആകുമെന്ന് വെച്ചാൽ, കാശിന് നിങ്ങൾ ലെൻഡ് ചെയ്യുന്നു എന്ന് അവർ വിശ്വസിക്കും. ആരിപ്പോൾ കാശിന് ലെൻഡ് ചെയ്യുന്നു, ബാങ്ക് എടുത്തിട്ട് പോയി മ്യൂച്വൽ ഫണ്ടിലാണ് വച്ചിരിക്കുന്നത് കാശിന്. ഇപ്പോൾ കടം വാങ്ങാൻ ആൾക്കളില്ല, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിമാൻഡ് ഇല്ല. കോഴി ആദ്യം വരുമോ അല്ല മുട്ട ആദ്യം വരുമോ എന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ സമയം കൊണ്ട് ഈ 0.5 കട്ട് കൊണ്ട് എന്താകും അങ്ങനെ നോക്കിയാൽ, ഫാർമ ആൻഡ് എപ്പോഴപ്പോൾ AI ബാഡ് ന്യൂസ് വരണോ അപ്പോഴൊക്കെ ലോസ് ആകും. ഇല്ലെങ്കിൽ നമ്മൾ മുമ്പേ കൺസിഡർ ചെയ്ത IT, ഏതൊക്കെ കമ്പനിയൊക്കെ ഡോളറിൽ കാശ് നോക്കുന്നോ ആ കമ്പനിയൊക്കെ നന്നായിരിക്കും. ഏത് കമ്പനിയൊക്കെ ഡോളർ കേൾക്കുന്നോ, അതായത് ഇമ്പോർട്ട് ചെയ്യുന്നോ, ഇതൊക്കെ നഷ്ടപ്പെടും. പേ ഔട്ട് എടുക്കാൻ 1 മാസം എടുക്കും. നമ്മളെ സ്റ്റോക്ക് എല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർണത്തിൻ്റെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കയറിയില്ലെങ്കിൽ കൂടെ ഇന്ത്യയിൽ കയറും. ഇന്ന് 9130. എന്തുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. റിസർവ് ബാങ്ക് ഇന്ന് 0.5% കട്ട് ചെയ്തിരിക്കുന്നു. ബാങ്ക് ആദ്യം FD റേറ്റ് കട്ട് ചെയ്യും, ഇതും ഇന്ന് തൊട്ട്. ഇത് കാരണം ബോണ്ട് വെച്ചിരിക്കുന്ന ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് ഖുഷിയായിട്ട് ഡാൻസ് ആടാം. അതിൻ്റെ അപ്പുറം ഇനിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്ന് RBI റേറ്റ് 5.5, സൈഡിൽ അമേരിക്കേൻ്റെ റേറ്റ് 4.5. നോക്കുമ്പം ക്യാപിറ്റൽ ഈൽഡ് 4.46, 4.5 ഇരിക്കുന്നു. സെപ്റ്റംബർ വരയ്ക്കും റേറ്റ് കട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഗ്യാപ്പ് 2 പേർക്കും 1% ആണ്. നിങ്ങൾ ഇന്ത്യയിലിരുന്ന് $100,000 എടുത്തുകൊണ്ട് പോയി 56 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി ബോണ്ട് വാങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 4.5% വട്ടി കിട്ടും. ശേഷം എന്താകുമെന്ന് വെച്ചാൽ, എവറി ഇയർ ഡിപ്രീഷിയേറ്റ് ആകുന്നത് പോലെ റുപ്പി 3% 3 ആയിന്ന് വെച്ചോ. റുവ ടേംസിൽ മിനിമം 7.5 ആൻഡ് കുറച്ചിട്ട് അവിടെ നോക്കിയാൽ 8.5 to 9 കിട്ടും. ഇവിടെ ബാങ്കിൽ 6.5% കൊടുക്കും, അവർ 10% ടാക്സിന് എടുക്കും. എന്ത് ചെയ്യും, എല്ലാവരും ഇന്ത്യൻ ബോണ്ട്സിനെ വിറ്റുകൊണ്ട് വെളിയിലോട്ട് ഇതുകൊണ്ടിരിക്കുന്നു. ഇന്നും വില ഫാസ്റ്റായിട്ട് പോകും. എന്തെന്ന് വെച്ചാൽ, വെളിയിൽ ബാണ്ട് പോയത്തില്ല. ഇന്ന് 250 പോയിന്റ് കയറ്റിയാലും തിരികെ അവിടെ വന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രോബ്ലം വരുന്ന സമയത്തിൽ തിരികെ ഈ 500 പോയിന്റിനെ ഇറക്കും. 24,750 താഴെ ഇരുന്നു, ഇപ്പോൾ 25 പോകും. പിന്നെ തിരികെ 24,500 അവർ കൊണ്ടുവരും. ഇതിങ്ങനെ മുകളിലും കീഴിലും പോയിക്കൊണ്ടേയിരിക്കും. ഫണ്ടമെൻ്റലായിട്ട് ഒന്നും മാറിയില്ല. ഫണ്ടമെൻ്റൽസ് മാറിയില്ലെങ്കിൽ ഏർണിങ്സ് മാറത്തില്ല. ഏണില്ലെങ്കിൽ നീ പലരെ കയറ്റത്തിലിരിക്കണം. ഇത് കാരണം നമ്മൾ ഐസൊലേറ്റഡായി വാങ്ങിയത് മാത്രം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഭാഗവതരൻ മസ്ക് ഭാഗവതരൻ വളരെ ഗുസ്തി ഇട്ടുകൊണ്ടിരുന്നു. ഡുവൻ്റെ ആൾക്കാരും ഇപ്പോൾ ബോക്സിങ് ഇട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്, നിങ്ങൾ 2 പേരുടെ എക്സിനെയും ട്രൂത്ത് വീഡിയോയും നിങ്ങൾ നോക്കിയെങ്കിൽ ഞാനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കാം. എബ്സ്റ്റൻസ് ഫയൽസിൽ നിന്ന് ഒന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ നീ വെളിയിൽ നീ എന്തുകൊണ്ട് റിലീസ് ചെയ്തില്ലെന്ന് വെച്ചാൽ നിൻ്റെ പേര് അതിലിരിക്കുന്നു. നീ ഒരു സെക്സ് പറഞ്ഞാണ് മസ്ക് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഫിൽ ബിൽ നാട്ടിന് നല്ലതല്ല എന്ന് നാട്ടിന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. 2 പേരും അങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ്റർനെറ്റിൽ എല്ലാവരും പോപ്കോൺ വാങ്ങി ബട്ടറും ചീസും ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഇരിക്കുന്ന നമ്മൾ പോയി മസ്ക് ഭാഗവതറിന് അവരെ മണിയടിച്ചു വയ്ക്കുന്നു. അമേരിക്കയിൽ പോയ സമയത്തിൽ ആരൊക്കെ നോക്കിയെന്ന് പോയി നോക്കിയാൽ
നിങ്ങൾക്കേ മനസ്സിലാവും. ഇത് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ് ന്യൂസ്. ഇന്ത്യയിൽ എന്തായോണ്ടിരിക്കുന്നു, ബജാജ് ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനി ബജാജ് ഫിൻസർവിൽ 1.58% സ്റ്റോക്ക് ഇട്ടിരിക്കുന്നു. 2,250 കോടി കാശിന് വാങ്ങുന്നു. പോയെങ്കിൽ ഇന്നും കുറച്ച് വിറ്റ് 5,300 കോടി കിട്ടുമോ എന്ന് നോക്കുന്നു. ഇത് എന്ത് വാങ്ങുന്നു വെച്ചാൽ ഈ അലയൻസിനും തിരികെ കൊടുക്കണം. അവർ ടോട്ടൽ 24% സ്റ്റേക്കിനെ വാങ്ങണം. സ്റ്റേക്ക് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് കാശിന് റൈസ് ചെയ്യുന്നു. അത് കുറച്ച് ബജാജ് റിങ്ങിന് ഡയറക്റ്റായിട്ട് സ്റ്റേക്ക് പോകുന്നു. ഇത് കാരണമാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. മോട്ടോഴ്സിനടുത്ത് 60% സ്റ്റേക്ക് ഇരിക്കുന്നു. ഇതിൽ 1.58 മാത്രം തന്നെ വിൽക്കുന്നു. ഇത് ബജാജ് ഫിൻസർവിൽ ഇന്ന് രാവിലെ വന്ന ന്യൂസാണ്. ഒരു റഫേൽ ഡീൽ സൈൻ ചെയ്യുമ്പോൾ ഒരു ബോണ്ടിയായ ഇൻഡസ്ട്രിയലിസ്റ്റിന് ലാൻഡൊക്കെ കൊടുത്ത്, അപ്പോൾ അമ്മയർ ഫിനാൻസ് മിനിസ്റ്റർ അല്ല, ഡിഫൻസ് മിനിസ്റ്റർ ഏതോ ഇരുന്നായിരുന്നു. അവിടെ പോയി ആ സ്ഥലത്തിനൊക്കെ ജോറ കൈത്തട്ടി തുറന്നു വെച്ചായിരുന്നു. അയാൾ പിന്നെ ദിവാലായതിൻ്റെ ശേഷം ഇപ്പോൾ ഫ്യൂസിലാർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റാസിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഒരു മാസത്തിൽ 2 ഫ്യൂസിലാർ ഡെലിവർ ചെയ്തു. ടാറ്റ കമ്പനിയോടൊപ്പം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടാറ്റയ്ക്ക് ഇനി ഒരു നല്ല ന്യൂസും ഉണ്ട്. സാർ, ഞങ്ങൾക്ക് വേണ്ടി ഫോണൊക്കെ റെഡി ചെയ്യുന്നു. അതിൽ ഇന്നും പ്രോഫിറ്റ് നിങ്ങൾ എടുത്തില്ല. ഇത് കാരണം ഈ ഐഫോണിന് റിപ്പയർ ചെയ്യുന്ന ബിസിനസ്സിന് നിങ്ങൾ വെച്ചോ. അങ്ങനെന്ന് പറഞ്ഞ് ഐഫോൺ കൊടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് ന്യൂസ് വന്നിരിക്കുന്നത്. സോ ടാറ്റ തന്നെ ഇന്ത്യയിൽ ഐഫോണിന് റിപ്പയർ ചെയ്യുന്ന ബിസിനസ്സിന് ടേക്ക് ഓവർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ടാറ്റയ്ക്ക് ഒരു നല്ല ന്യൂസാണ്. സോ ഇതിനവർ നന്നോണം പെർഫോം ചെയ്യും. ഇവിടെ രേണു ശ്രീനിവാസൻ്റെ മോൻ സുദർശൻ വേണു വന്നിട്ട് EVS മോട്ടോഴ്സിൻ്റെ ചെയർമാനായി. പിന്നെ വേണു ശ്രീനിവാസൻ വന്നിട്ട് കമ്പനിയുടെ ചെയർമാൻ എമിനൻസ് ആയി. ബോർഡ് സുദർശൻ ആഹാ ഓഹോ എന്ന് പറഞ്ഞ് അവരെ തന്നെ ചീഫാക്കി. സോ ഇതിന് മുമ്പേ റാസ്പെറ്റ് എന്നിരുന്ന ആൾ തന്നെ ഇപ്പോൾ അഫീഷ്യലായിട്ട് ചെയർമാൻ ആകുന്നു. ഇതിന് മുമ്പേ വേണു വന്നിട്ട് ചെയർമാനിലിരുന്ന് ചെയർമാൻ എമിനേറ്റ്സിന് മാറിയായിരുന്നു. റാസ്പ്ലേറ്റ് വന്നിട്ട് JLRൻ്റെ ഹെഡായിരുന്ന ആളാണ്. നമ്മൾ വേണമെങ്കിൽ ടാറ്റാ സയൻസിൽ ഇരിക്കുന്ന സമയത്തിൽ രണ്ടുപേരും വളരെ ഫ്രണ്ട്സാണ്. റാസ്പ്ലേറ്റ് അവിടെ നിന്ന് റിട്ടയർഡായെന്ന് അറിഞ്ഞ ഉടനെ TVS ബോർഡിന് ചെയർമാനായിട്ട് ടാറ്റയിലിരുന്ന് വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് റിട്ടയർഡായി. ഇപ്പോൾ റാസ്പ്ലേറ്റിന് ബദൽ ഇപ്പോൾ ഇയാളെ ഹെഡായി. ഇപ്പോൾ ഫാമിലി ആ ബിസിനസ്സിനെ இன்னுം ഡീപ്പായിട്ട് കൺട്രോൾ ചെയ്ത് അവരകത്തെ വന്നിരിക്കുന്നു. സോ ഇപ്പോൾ ഇനിയൊരു ന്യൂസ് വരുന്നു. ഇന്ത്യയിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ US കോമേഴ്സ് സെക്രട്ടറി ഇന്ത്യ വന്നിട്ട് റഷ്യയുടെ അടുത്ത് നിന്ന് ആംസ് വാങ്ങുന്നത് നിർത്തണം, നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങണം, അങ്ങനെ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നത്. സത്യമായി ഇല്ലയെന്ന് ഇതുവരെ അറിയാൻ പറ്റിയില്ല. ബാങ്ക് ബോർഡ് എന്ത് പറയണമെന്ന് വെച്ചാൽ RBI ഡെഡ്ലൈൻ അടുത്ത് വന്നിരിക്കുന്നു. എല്ലാ CEO കിട്ടാത്ത കാരണത്താൽ വളരെ ഫാസ്റ്റായിട്ടാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത് CEOന്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരുപാട് ദിവസം ഇതിന് നടത്താൻ പറ്റില്ല. MD ആൻഡ് CEOന് എത്രയും പെട്ടെന്ന് പിടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പിടിക്കണം. സുനിൽ മെഹ്ത്ത എന്ത് പറയണമെന്ന് വെച്ചാൽ ഇത് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്യും. അതിനെന്ത് പറഞ്ഞിരിക്കുന്നു. ഓ പബ്ലിക് സെക്ടർ എക്സിക്യൂട്ടീവ്സിന് കൂട്ടിക്കൊണ്ട് വന്ന് അവരെ സിറ്റി ഡാമ എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. സോ ദാറ്റ് RBI ഹാപ്പി ആയിരിക്കും. ഇത് കാരണം ഒരു ക്ലീൻ സേറ്റോടെ കൊണ്ടുവന്നിരിക്കാം. RBI വന്നിട്ട് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലിരുന്ന് ഒരു നല്ല പെർഫോമറിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുന്നു. ഫ്ലിപ്കാർട്ട് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് NBFC ലൈസൻസ് RBIയിലിരുന്ന് വന്നായിരുന്നു. നിങ്ങളെ ഇനി കാശിനായിട്ട് വാൾമാർട്ടിനെ വാങ്ങി ഞങ്ങൾ ജനങ്ങളിന് കടം കൊടുക്കാൻ തുടങ്ങും. Amazon പേയും അത് തന്നെ ചെയ്യുന്നു. അതായത് Amazon പേ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ ഇവരും ട്രൈ ചെയ്യുന്നു. ഈ മുമ്പേ അവിടെ പോയി EMIക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടിരുന്നു, ഇനിയും ഓൺലൈനിലേക്ക് കൊടുക്കുന്നു. പാട്ടും തുടങ്ങി. ഓവറോൾ നോക്കുന്ന സമയത്തിൽ ഇത് ബാങ്ക്സിനും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്കും ഇതൊരു കോമ്പറ്റീഷൻ പോലെയാണ്. എന്തെന്ന് വെച്ചാൽ അവരുടെ സെയിൽസിന് അവരെ വന്നിട്ട് ക്രെഡിറ്റ് കൊടുക്കും. അത് കാരണം ട്രബിൾഡ് ഏരിയ ഒക്കെ തന്നെ ഇപ്പോൾ ഗോൾഡിനകത്ത് പോകുന്നു. ഇറാൻ പോലെ സ്ഥലങ്ങളിൽ ഇവിടെ സാനിറ്റൈസ് വളരെ കൂടുതലായിരിക്കുന്നു. ജനങ്ങൾ ക്യാഷിന് ഗോൾഡാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് ന്യൂസ് വരുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, ഈ സിനാരിയോയിൽ ഗോൾഡ് ഇനിയും കയറും. കാരണം 22 ക്യാരക്ടർ സെയിൽസ് പറയും, ഗോൾഡ് ലോൺ കയറും. ഓവറോളായിട്ട് മാർക്കറ്റിൽ അത് നമുക്കൊരു നല്ല ന്യൂസാണ്. റേറ്റ് കട്ട് എന്ന് പറയുന്നത് ഓട്ടോ കമ്പനീസിന് ഹെൽപ്പ് ചെയ്യും, കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് കാരണം ഡിമാൻഡ് റിവ്യൂ ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. സ്ലാ വന്നിട്ട് 14% വീഴുന്നായിരുന്നു. ഈ എത്രയും താഴെ വീഴുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക,
സ്റ്റാർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഈ ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്വന്തക്കാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.